നമസ്കാരം. 5ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. 1ാമത്തെ ചാപ്റ്ററൊക്കെ പഠിച്ചോ? ഇംഗ്ലീഷിൻ്റെ ദാ പിടിച്ചോ നിങ്ങളുടെ 2ാമത്തെ ചാപ്റ്റർ. ഒരു കുഞ്ഞു പോയം, നല്ല പോയമാണ് കേട്ടോ. നമുക്ക് നോക്കാം. പറയട്ടെ. യു ഹാവ് മെനി ഫ്രണ്ട്സ്. മക്കളെ, പേജ് നമ്പർ 25. യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവൻറ്റ് യു? നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട് ഇല്ലേ? ഉണ്ട്. വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? എന്ത് ക്വാളിറ്റീസാണ് എൻ്റെ മക്കൾക്ക് കൂട്ടുകാരിൽ ഇഷ്ടം? എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ കൂട്ടുകാരാക്കിയേ? എന്താ കാര്യം? ആ മിഠായി കിട്ടിയാൽ എനിക്ക് തരും, പിന്നെ എൻ്റെ കൂടെ കളിക്കും, പിന്നെ എന്തൊക്കെയാണ്? ആ തമാശകളൊക്കെ പറയും, പിന്നെ സംശയം ചോദിച്ചാൽ പാഠഭാഗങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. നൗ റീഡ് ദ പോയം അബൌട്ട് എ ഫ്രണ്ട്. ഇനി ഒരു ഫ്രണ്ടിനെ പറ്റിയൊരു കുഞ്ഞു പോയമാണുള്ളത്. നോക്കിയേ, എന്താണ് ഒരു ഫ്രണ്ട്? A friend is one who stands to share your every touch of grief and care. He comes by chance but stay by choice. Your praises he is quick to voice. എന്താണ്? ഒന്നുകൂടെ. A friend is one who stands to share your every touch of grief and care. അത്രയും വായിക്കാം. എന്താണ് ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? ആരാ? നമ്മളുടെ എല്ലാ ദുഃഖവും എല്ലാ സന്തോഷവും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാനും ഈ സമയത്തെല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്നതുമായിട്ടുള്ള ആളാണ് ആര്? നമ്മളുടെ സുഹൃത്ത്. ഹി കംസ് ബൈ ചാൻസ്. എന്താണ് ബൈ ചാൻസിൽ എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്നൊരു അബദ്ധത്തിൽ, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്നൊരു ദിവസം നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാളാണ്. അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല, അറിയാണ്ട് വന്ന് ചേരുന്ന ആളാണ് അല്ലേ. ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. എന്താണ്? പക്ഷെ കൂടെ നിൽക്കും. എല്ലാവരും അങ്ങനെ വന്നിട്ട് പോകുന്നവരൊക്കെ നിൽക്കുമോ? ഇല്ല. ഈ ഫ്രണ്ട് എന്ത് ചെയ്യും? ഏറ്റവും അടുത്ത ഫ്രണ്ടാണെങ്കിൽ എന്ത് ചെയ്യും? നിൽക്കും. അത് ആരുടെ ചോയ്സാ? ഒന്നുകിൽ നമ്മൾ അവനെ ഫ്രണ്ടായിട്ട് ചോയ്സ് ചെയ്യണം, അല്ലെങ്കിൽ അവൻ നമ്മളെ ഫ്രണ്ടായിട്ട് ചൂസ് ചെയ്യണം. ഇതിലേതെങ്കിലും രീതി നമ്മൾ ചൂസ് ചെയ്താൽ അവൻ എന്ത് ചെയ്യും? നമ്മളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ മക്കളെ, വീഡിയോയുടെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയിസ്. അവൻ എന്ത് ചെയ്യും? അവൻ നമ്മളെ പറ്റി എന്ത് ചെയ്യും? ഇങ്ങനെ അനുമോദിക്കും. നിങ്ങളെ അനുമോദിക്കാനായിട്ട് അവൻ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ആളായിരിക്കും. നോ ഗ്രീവിയസ് ഫോൾട്ട് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എന്ത് ചെയ്യാണ്? നല്ല മാർക്ക് വാങ്ങിക്കുമ്പോൾ അവൻ സന്തോഷിക്കും. തിരിച്ച് അവൻ നല്ല മാർക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു. അവനെപ്പറ്റി നിങ്ങൾ നല്ലത് പറയുന്നു, നിങ്ങളെപ്പറ്റി അവൻ നല്ലത് പറയുന്നു. അതാണ് ഒരു നല്ല ഫ്രണ്ട്. അടുത്ത നോക്കിയേ. നോ ഗ്രീവിയസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് എൻ എനിമി ഓഫ് ഹിം. And though your need be great or small, his strength is yours throughout it all. എന്താണ്? ഒന്നുകൂടെ. No grievous fault or passing whim can make an enemy of him. എന്താണ്? നിങ്ങളൊരു ഭയങ്കര തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഭയങ്കരമായി ഇഷ്ടങ്ങൾ പെട്ടെന്ന് ഇഷ്ടപ്പെടും. പെട്ടെന്ന് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർ കാണും, ചിലപ്പോൾ അതിനോട് ഇഷ്ടമില്ലാത്തവരാണ്. അങ്ങനെ പല 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 സ്വഭാവമുള്ള കുട്ടികളാണ് അല്ലേ. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു തെറ്റ്, നിങ്ങളൊരു തെറ്റ് ചെയ്തു, ചെറുതോ വലുതോ ആയിട്ടുള്ള തെറ്റ് നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഇതൊക്കെ നിങ്ങൾക്കുണ്ടല്ലേ. ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ ശത്രുവാകുമോ? ഇല്ല. അതിലൊന്നും നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങളുടെ ശത്രുവാക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താൽ ഉടനെ അവൻ കളഞ്ഞിട്ട് പോകുമോ? ഇല്ല. നമുക്ക് അവൻ്റെ ഒരു കാര്യത്തിന് അവൻ നമ്മളെ വിളിക്കുക, നമ്മൾ കൂടെ പോയില്ല, അവൻ നമ്മളെ കളഞ്ഞിട്ട് പോകുമോ? പെട്ടെന്ന് എനിക്കത് ഇഷ്ടമില്ലടാന്ന് പറഞ്ഞു അവൻ ഉടനെ കളഞ്ഞിട്ട് പോകുമോ? ഇല്ല. അത്ര പെട്ടെന്നൊന്നും അവൻ എന്ത് ചെയ്യില്ല, നമ്മുടെ അടുത്തൊന്നും പോകത്തില്ല. And though your need be great or small, his strength is yours throughout it all. ഇനി നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ട്? നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഭയങ്കര വലിയൊരു ആഗ്രഹം, ഒരു കുഞ്ഞാഗ്രഹം. ഇതിലേതാഗ്രഹമായാലും കൂട്ടുകാരൻ നിങ്ങളെ കൂടെ സ്ട്രോങ് ആയിട്ട് കാണും അല്ലേ, ഉണ്ടാവും. അതാണ് നല്ല കൂട്ടുകാരൻ. നോ മാറ്റർ, അടുത്തയാണേ. No matter where your path may turn, your welfare is his chief concern. No matter what your dream may be, he prays your triumph soon to see. എന്താണ്? No matter where your path may turn, your welfare is his chief concern. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? പല രീതിയിൽ നിങ്ങൾ മാറി. ഇപ്പം എന്താണ്? ഇന്ന രീതിയിൽ ഇപ്പം നീ നിൻ്റെ കൂട്ടുകാരനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടും 2 ഫ്രണ്ട് 3 ഫ്രണ്ട്, നിങ്ങൾ 3 പേര് കൂട്ടും. ഒരാൾ വേറെ വഴിക്ക് പഠിക്കാൻ പോയി, ഒരാൾ വേറെ പഠിക്കാൻ പോയി, ഒരാൾ വേറെ പഠിക്കാൻ പോയി.
അല്ലെങ്കിൽ ഒരാൾ സിനിമയിൽ അഭിനയിക്കാൻ പോയി, ഒരാൾ സ്പോർട്സിൽ പോയി, ഒരാൾ പഠിക്കാൻ പോയി. എന്തോ ആയാലും നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മനസ്സിൽ എന്തായിരിക്കും ആഗ്രഹം? അവിടെ നിങ്ങൾ വിജയിക്കണം എന്നുള്ളത്, നിങ്ങളുടെ നല്ല ജീവിതമായിരിക്കണം അവൻ്റെ ആഗ്രഹം. നിങ്ങളെപ്പറ്റി നല്ലത് ആഗ്രഹിക്കുന്നവനായിരിക്കണം, നീ നന്നായിരിക്കണേ എന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കണം നിങ്ങളുടെ സുഹൃത്ത്. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, നിങ്ങളുടെ ഡ്രീം എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതുപോലെ സിനിമാക്കാരനാവണോ, പടം വരപ്പുകാരനാവണം, പാട്ടുകാരനാവണം, പൈലറ്റ് ആവണം, എന്തോ ആയാലും ഹി പ്രൈസ് യുവർ ട്രയം സൂൺ ടു സീ, നിന്റെ വിജയം പെട്ടെന്ന് തന്നെ കാണണേ എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്നത്. അടുത്തത്, there is no wish your tongue can tell, but what is your friends as well. The life of him who has a friend is double guarded to the end. ഒന്നുകൂടെ നോക്ക്. There is no wish your tongue can tell, but what it is your friends as well. നിങ്ങളുടെ ആഗ്രഹം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കൂട്ടുകാരൻ അത് മനസ്സിലാക്കും, നിങ്ങളുടെ ആഗ്രഹം തന്നെയാണ് അവൻ്റെയും ആഗ്രഹം. The life of him who has a friend is double guarded to the end. എന്താണ്? ഒരു നല്ല കൂട്ടുകാരനുള്ള ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പോലെയാണ്, തുടക്കം അവസാനം വരെ. ഒരു നല്ല ഫ്രണ്ടാണെങ്കിൽ പെട്ടെന്ന് കളഞ്ഞിട്ട് പോവോ? ഇല്ല, എപ്പോഴും ലാസ്റ്റ് വരെ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടിയാൽ അയാളുടെ ജീവിതം എങ്ങനെ ഇരിക്കും? ഡബിൾ പ്രൊട്ടക്ഷൻ. അതാരാ? ഒന്ന് നമ്മുടെ പ്രൊട്ടക്ഷൻ, പിന്നെ നമ്മളെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? നമ്മുടെ ഫ്രണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡബിൾ പ്രൊട്ടക്ഷൻ അല്ലേ? ഫാമിലി പ്രൊട്ടക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രൊട്ടക്ഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട് പ്രൊട്ടക്ഷൻ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഡബിൾ പ്രൊട്ടക്ഷൻ കിട്ടുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫ്രണ്ട്സുമായിട്ട് ചേരണം, നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. അല്ലാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് തോക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഫ്രണ്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴേക്കും നിങ്ങളുടെ കൂടെ വരാത്ത ഫ്രണ്ട്, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പം കൂടെ നിൽക്കാത്ത ഫ്രണ്ട്, അതൊക്കെ ഫ്രണ്ടാണോ? അല്ല. ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടാൻ ഭയങ്കര പാടാണ്. കിട്ടുവാണെങ്കിൽ അതത്ര പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയില്ല കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുന്ന പ്രായമാണ് അല്ലേ? എൻ്റെ മക്കൾക്ക് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ, നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. നല്ല നല്ല സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ഉയരത്തിലെത്തി അച്ഛനെയും അമ്മയൊക്കെ നല്ലോണം നോക്കണം അല്ലേ? അപ്പോൾ മക്കളൊക്കെ അങ്ങനെ വളർന്ന് വലുതാവണം കേട്ടോ. അപ്പോൾ മിടുക്കരായിട്ടിരിക്കണം. ഓൾ ദി ബെസ്റ്റ്.